ഉസ്താദിന് കുട്ടികളെ അടിക്കാൻ പാടില്ല, മാഷൊക്കെ കുട്ടികളെ അടിക്കാൻ പാടില്ല. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദന്മാരടി കിട്ടി, മാഷന്മാരടി കിട്ടി പേടിച്ച് വളർന്നുകൊണ്ട് കുറച്ച് നന്മകളൊക്കെ നമ്മളിലുണ്ട്. ഇന്നങ്ങനല്ല. ഇന്നങ്ങനത്തെ ഈ പിന്നെ അതവ് മര്യാദ ഗുരുത്തം എന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെ നമ്മളിൽ ആരുമില്ല. ഇന്ന് പണ്ഡിതം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അനുസരിക്കാനും നമ്മൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഒരു ഖതീബ് നമുക്ക് ഇഷ്ടമില്ലാത്തത് പ്രസംഗിച്ചു എന്നൊക്കെ നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മുതലാളിൻ്റെ എന്തെങ്കിലും ഒരു മോശമായ സംഭവം ഉണ്ടായി അതിനെപ്പറ്റി എതിർത്ത് പ്രസംഗിക്കും. നായക്ക് പിറ്റത്താഴ്ചയോടെ വഴി ഉണ്ടാവില്ലല്ലോ, പുറത്തു പോകേണ്ടി വരും. ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കാരണം നമുക്കൊക്കെ താല്പര്യങ്ങൾ പലതാണ്, ഭൗതികമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുള്ളൂ. ഇന്ന് മക്കളൊക്കെ അത് ഒരു സ്കൂളിൽ പോകണമെന്നില്ല, ഇല്ലാതെ തന്നെ മറ്റുള്ള ആളുകളായിട്ട് ബന്ധപ്പെടണമെന്നില്ല. എന്നാൽ തന്നെ മനുഷ്യൻ്റെ പ്രകൃതി മറ്റൊന്നിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ വളരെ മോശമാവുന്ന ജീവിത രീതികൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ആളുകളെയോ ഏതെങ്കിലും സംഘടനയോ ഒന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി. ഇതാണ് റസൂൽ തൂബാലിൽ ഖുറബാ എന്ന് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ വന്നപ്പോൾ ആ തുടർച്ചൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ നിലക്കുള്ള ഷർറുകൾ നടമാടിയ ഒരു കാലഘട്ടം. ആ ഒരു അവസ്ഥ പിന്നീടുണ്ടാവും. ഇസ്ലാം അതിൻ്റെ നബിൻ്റെ ആ പ്രബോധനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ളതുപോലുള്ളൊരവസ്ഥ ഇവിടെ മടങ്ങി വരും. തൂബാലിൽ ഖുറബാ, അന്നുണ്ടാവുന്ന എല്ലാ ഷർറുകൾ ഫസാദുകൾ അതിനെതിരിൽ നവോത്ഥാനമായിട്ട് ഇവിടെ പിന്നെ സലാഹിയത്ത് കൊണ്ട് മുന്നിട്ട് വരുന്നതായ ആളുകൾക്കാണ് എല്ലാ സന്തോഷവും. പക്ഷെ അന്ന് സലാഹിയത്ത് കൊണ്ട് നമുക്ക് വരാൻ കഴിയൂല. ഇപ്പം ഇന്ന് നാട്ടിൽ നടക്കുന്നതായ എന്ത് തമ്മാടിത്തരങ്ങളും ഇതൊന്നും നമുക്ക് അത് ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കണില്ലല്ലോ. അത് നമ്മൾ ഉപദേശിച്ചാൽ തന്നെ ഉപദേശകരെ പരിഹസിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടം. പിന്നെ നമ്മൾ ഉപദേശിക്കുന്ന മഹാന്മാർ പറഞ്ഞതുപോലെ കുൻകനുസിഹിൽ കൽബിലിയാഹിരിഹി, പട്ടിൻ്റെ ഉടമസ്ഥർക്ക് ഉപദേശം ചെയ്യണത് പോലെ, അവർക്കുള്ള നന്മകൾ ചെയ്യണത് പോലെ നീ എന്താക്കണം, ജനങ്ങൾക്ക് ഉപദേശം ചെയ്തുകൊണ്ടിരിക്കണം. ഫൈനഹും യുജീഊനഹു, പട്ടിന് അവർ പിന്നെ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കും. ഒയ്യത്തുറുദൂനഹു, പട്ടിനെ അവർ ആട്ടി ഓടിക്കുകയും ചെയ്യും. എന്നാലും പട്ടി പോകൂല. പട്ടി ഒരു നേരം ഭക്ഷണം കൊടുത്തവരാണെങ്കിൽ ഓൻ്റെ അടുത്തവിടെ നിൽക്കും, അവൻ കാവലായി ഇങ്ങോട്ട് നിൽക്കും എന്നതുപോലെയാണ് ഒരു നുസഹിച്ചിക്കണ നാസി ഒരു പണ്ഡിതൻ. ജനങ്ങളിൽ നിന്ന് പല അപമാനങ്ങളും പല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ നേരിടേണ്ടി വരും. എന്നാലും നീ എന്താക്കണം, ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഉപദേശിക്കണവനെ പരിഹസിക്കണ ഒരു കാലഘട്ടമാണ്. ഇതാണ് റസൂൽ പറഞ്ഞത് തൂബാലിൽ ഖുറബാ. ഇവിടെ ഫസാദുകൾ നടമാടുമ്പോൾ ആ ഫസാദുകൾക്ക് തന്നെ എന്താക്കുക, ഇല്ലാതെയാക്കിക്കൊണ്ട് ഉപദേശം ചെയ്യണ മുസ്ലിഹീങ്ങളാവുന്ന ആളുകൾക്കാണ് എല്ലാ നിലക്കുള്ള സന്തോഷം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത് മെനക്കെടാൻ കുറച്ചൊരു പണിയുണ്ടാവും ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മളെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പല രക്ഷിതാക്കന്മാരും പറഞ്ഞ വേദനാജനകമായ പല സംഭവങ്ങളും. കല്യാണം നിശ്ചയിച്ച അന്ന് ഓടിപ്പോവുക, കല്യാണത്തിൻ്റെ അന്ന് ഓടിപ്പോവുക. നമ്മളെ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ വിവാഹം ചെയ്താലും മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മളെ മുസ്ലിം സമുദായം. ഇപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് നാട് വിട്ട് താമസിക്കണ പല കുട്ടികളും പിന്നീട് നാട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കുമ്പോൾ നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഈ പെണ്ണിക്ക് പള്ളിയിലുണ്ടായിരിക്കും, വയറ്റിലുണ്ടാവും. പല കമ്മിറ്റിക്ക് ഞാൻ പല മഹല്ലുകളെയും ഖാദിസാറുണ്ടായതുകൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് വന്നു ചോദിക്കും. അപ്പോൾ അവൾക്ക് വയറ്റിലുണ്ട്,
ഓൻ ഓൾറെഡി വന്നിക്കണം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടി? വാപ്പ നിക്കാഹ് ചെയ്ത് കൊടുക്കൂല എന്നാണ് പറയണത്. എന്നാലും വലിയ എതിർ നമ്മളിപ്പോൾ എന്താ ഇനി ചെയ്തു കൊടുക്കുക? ഇവർ നമ്മളെ മഹലിൽ വന്ന് താമസിക്കുകയാണ്. അപ്പം നിക്കാഹ് ചെയ്യേണ്ട സ്വഭാവം എങ്ങനെയെന്ന് വന്ന് ചോദിച്ചു. നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ കുട്ടിൻ്റെ കാര്യം വളരെ പ്രശ്നമാണ്. ഈ കുട്ടി എന്ന് പറഞ്ഞത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയായി. അപ്പം രജിസ്റ്റർ വിവാഹം ചെയ്തതുകൊണ്ട് നിക്കാഹാവൂല ശറയിൽ. അപ്പോൾ ഈ വ്യഭിചാരത്തിലുണ്ടായ ഈ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞു അവിടെ രേഖ എഴുതി വെച്ചാൽ ഈ കുട്ടീനെ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇതിൻ്റെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഇവനക്ക് അർഹതയില്ല. അപ്പോൾ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. ഒരു കുട്ടി പ്രസവിച്ചു. അത് എന്നോടിത് വന്ന് പറഞ്ഞ് ഇവർ പോയെന്നാണ് പ്രസവിക്കണത്. പ്രസവിച്ചപ്പോൾ കുട്ടി പെൺകുട്ടിയാണ്. കുറേ കഴിയുമ്പോൾ ഇവൻ്റെ വീട്ടിൽ വളർന്ന കുട്ടിയാവുമ്പോൾ ഇവർ നാട്ടുകാരൊക്കെ വിചാരിക്കും ഇവൻ്റെ കുട്ടിയായിട്ടാണ്. കുറേ കഴിയുമ്പോൾ പള്ളിയിലെ മൊല്ലാങ്ങാക്കും അറിയില്ല, ഖത്തീബിനും അറിയില്ല, നാട്ടുകാർക്കും അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ ഇവ നിക്കാഹ് ചെയ്ത് കൊടുക്കും. അപ്പോഴും അവിടെ നടക്കുന്നത് വിചാരം തന്നെയാണ്. പിന്നെ അർഹത ഇല്ലാതെ ഈ കുട്ടീനെ അപ്പം നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ വിവരമില്ലായ്മ ഇവിടെ വാസ്തവോപി വൈദ്യുന്നില്ല, അറിവില്ലാതെ ജനങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ട് ഫത്വ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിത്തീരുന്ന റസൂലുള്ള പറഞ്ഞു. അപ്പം നമ്മൾ സ്വന്തം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ നന്മ ഉണ്ടാക്കുന്നവർക്കാണ് തൂബാരിൽ ഉറമ്പ റസൂലുള്ള പറഞ്ഞത്. അതെന്തുകൊണ്ട്? നന്മ ഉണ്ടാക്കാൻ വലിയ പണിയായിരിക്കും. അപ്പം നമ്മളെ കുട്ടികൾ കേട് എന്ന് പോകണമെങ്കിൽ നമ്മൾ വേറുള്ളവരെ ആക്ഷേപിച്ചിട്ടോ അധിക്ഷേപിച്ചിട്ടോ കാര്യമില്ല. അത് സാഹചര്യത്തിൽ ആക്ഷേപിച്ചിട്ടോ മറ്റുള്ള സ്കൂളുകളെ മറ്റൊന്നും ആക്ഷേപിച്ചിട്ടോ മറ്റൊന്നും ഒരു കാര്യമില്ല. സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും കുട്ടികളെ ചിന്താഗതികൾ അങ്ങനെ തന്നെ ആയിരിക്കും. മോശമായ ചിന്താഗതികളാണ് അവർക്ക് ഉണ്ടായിത്തീരുന്നത്.